ചില സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ അവിടെ വരുന്നത് ആദ്യമായിട്ടാണെങ്കിലും ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നുക. ചില ആൾക്കാരെ കാണുമ്പോൾ ഇയാളെ ഞാൻ ഇതിനു മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുക. ജീവിതത്തിൽ ചില സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ ഞാനിത് ഇതിനു മുമ്പ് അനുഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുക. ഇതിനെയാണ് ദേജാവു എന്ന് വിളിക്കുക. ദേജാവു എന്നത് ഫ്രഞ്ച് ഭാഷയിൽ നിന്നും വരുന്ന വാക്കാണ്. ഇതിനർത്ഥം ഞാൻ ഇതിനു മുമ്പ് ഇത് കണ്ടിട്ടുണ്ട് എന്നതാണ്. വളരെ വിചിത്രമായൊരു അനുഭവമാണിത്. ദേജാവു എന്താണെന്നറിഞ്ഞ് ഒരുപാട് ഉത്തരങ്ങളുണ്ട്. മോഡേൺ സയൻറ്റിസ്റ്റുമാർക്ക് ഇതുവരെ ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ കിട്ടിയിട്ടില്ല. പലതരം പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ആരുടെ കയ്യിലും കൃത്യമായൊരു ഉത്തരമില്ല. ദേജാവു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമായി പല പല തിയറികൾ ലഭ്യമാണ്. പല പല കാഴ്ചപ്പാടുകളുണ്ട്. അത്തരത്തിൽ ഒരു ഉത്തരമാണ് നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. ഇത് പ്രകാരം ദേജാവു എന്നത് നമ്മുടെ മുൻജന്മ ഓർമ്മകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പറയുന്നത് ദേജാവു എന്നത് തള്ളിക്കളയേണ്ട ഒന്നല്ല എന്നാണ്. അതിന് അതിൻ്റേതായൊരു യാഥാർത്ഥ്യമുണ്ട്. അതിന് അതിൻ്റേതായൊരു പ്രാധാന്യമുണ്ട്. കാരണം ഇത് നമ്മുടെ ആദ്യത്തെ ജന്മമൊന്നുമല്ല. ഒരുപാട് തവണ നമ്മൾ ജനിച്ചിട്ടുണ്ട്, ഒരുപാട് തവണ ജീവിച്ചിട്ടുണ്ട്, ഒരുപാട് തവണ മരിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് പ്രാവശ്യം ജനിക്കുമ്പോൾ അതിലൊരു പ്രാവശ്യമെങ്കിലും വന്ന സ്ഥലത്ത് വീണ്ടും വരിക എന്നത് വളരെ സ്വാഭാവികമാണ്. കണ്ട കാര്യങ്ങൾ വീണ്ടും കാണുക എന്നത് വളരെ വളരെ സ്വാഭാവികമാണ്. ഇത് വെറുതെ ഒരാൾക്കുണ്ടാവുന്നൊരു തോന്നലല്ല. ഇതിനൊരു സത്യസന്ധതയുണ്ട്, ഇതിനൊരു ഗൗരവമുണ്ട്. ഇത് വെറും ഒരു സംശയമല്ല, വെറും ഒരു ഇമാജിനേഷനല്ല. ഇത് വളരെ വിചിത്രമായൊരു ഫീലിംഗാണ്. അനുഭവിച്ചവർക്ക് മാത്രമേ ഇത് എത്രത്തോളം വിചിത്രമാണെന്ന് മനസ്സിലാവുകയുള്ളൂ. ഇന്ത്യക്ക് പുറത്തുള്ളൊരു സിസ്റ്റത്തിന് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവർ ദേജാവുവിനെ എങ്ങനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചാലും അതിലൊരു പൂർണ്ണതയില്ലായ്മ ഉണ്ടാവും. കാരണം പുനർജന്മം എന്ന കോൺസെപ്റ്റ് ഇതിന് അത്യാവശ്യമാണ്. പുനർജന്മം എന്ന കോൺസെപ്റ്റ് ഇല്ലാതെ ദേജാവു എക്സ്പ്ലെയിൻ ചെയ്യുക എന്നത് അസാധ്യമാണ്. നിങ്ങളൊരു നാട്ടിലെത്തുന്നു. ആദ്യമായിട്ടാണ് നിങ്ങൾ ആ നാട്ടിൽ വരുന്നത്. പക്ഷെ നിങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നുക. ആ നാട്ടിലെ ഒരു ജംഗ്ഷനിൽ എത്തിക്കഴിയുമ്പോൾ അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനാണ് നിങ്ങൾക്ക് തോന്നുക. നിങ്ങൾ നടന്നു നോക്കുന്നു. നിങ്ങളുടെ ഊഹം ശരിയായിരുന്നു. ആ വഴി പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അതുമാത്രമല്ല, പോകുന്ന വഴിയുള്ള മരങ്ങൾ, മറ്റു കാര്യങ്ങൾ, ഇവയെല്ലാം നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയുന്നു. ഇത് വെറും ഒരു തോന്നലല്ല. ഇത് നിങ്ങൾ സിനിമയിലോ സ്വപ്നത്തിലോ കണ്ടതല്ല. പിന്നെ എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? ഇത് നമ്മുടെ മുൻ ജന്മ ഓർമ്മകളിൽ നിന്നും വന്നതാവാം. പറയുന്നത് നമ്മുടെ എല്ലാ മുൻ ജന്മ ഓർമ്മകളും നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഇതൊന്നും നശിച്ചിട്ടില്ല, ഇതൊന്നും ഇല്ലാണ്ടായിട്ടില്ല, മാഞ്ഞു പോയിട്ടില്ല. സാധാരണഗതിയിൽ ഇതൊരാൾക്ക് ആക്സസിബിൾ അല്ല. പക്ഷെ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ആർക്കും അയാളുടെ മുൻ ജന്മ ഓർമ്മകൾ തിരികെ കൊണ്ടുവരാൻ സാധിക്കും. എത്ര ജന്മങ്ങൾ വേണമെങ്കിലും ഒരാൾക്ക് പുറകോട്ട് പോകാൻ സാധിക്കും. അവിടുന്ന് ആ ഓർമ്മകൾ തിരികെ കൊണ്ടുവരാൻ സാധിക്കും. ചിലർ ചോദിച്ചേക്കാം, എന്തുകൊണ്ട് സാധാരണഗതിയിൽ ഒരാൾക്ക് ഈ ഓർമ്മകളിലേക്ക് ആക്സസ് ഇല്ല? സത്യത്തിൽ ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ പ്രകൃതി നമ്മളോട് കാണിച്ച ഏറ്റവും വലിയ കരുണയാണത്. നോക്കൂ, നമുക്ക് ഈ ജന്മത്തിലെ ഓർമ്മകൾ തന്നെ താങ്ങാൻ സാധിക്കുന്നില്ല. ഈ ജന്മത്തിലെ അനുഭവങ്ങൾ തന്നെ താങ്ങാൻ സാധിക്കുന്നില്ല. പലരും അവരുടെ ജീവിതത്തിലെ പലതരം അവസ്ഥകൾ കാരണം ഭ്രാന്തരായി പോകുന്നു. അപ്പോൾ മുൻജന്മ ഓർമ്മകൾ കൂടി തിരികെ വന്നാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? മാത്രവുമല്ല, മുൻജന്മ ഓർമ്മകൾ തിരികെ കൊണ്ടുവരുന്നതിന് മുമ്പ് ഒരു പ്രത്യേകതരം പക്വത അത്യാവശ്യമാണ്. പക്വത എന്ന് പറയുമ്പോൾ ഒരു മുതിർന്ന മനുഷ്യനാവുമ്പോൾ ഉണ്ടാകുന്ന പക്വതയെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. മറ്റൊരു തരം പക്വതയാണ്. നോക്കൂ, മുൻജന്മ ഓർമ്മകൾ തിരികെ വരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ വല്ലാതെ മാറ്റും. അത് നമ്മുടെ ജീവിതത്തെ വല്ലാണ്ട് അഫക്റ്റ് ചെയ്യും. നമ്മുടെ ചുറ്റിനുമുള്ള ആൾക്കാരെക്കുറിച്ചുള്ള നമ്മുടെ ഇമേജസ് മാറ്റും. ഇത് നമ്മളെ വലിയ ബുദ്ധിമുട്ടിലാക്കും. ഒരു ചെറിയ ഉദാഹരണം പറയാം. സപ്പോസ് നിങ്ങൾക്ക് നിങ്ങളുടെ മുൻജന്മ ഓർമ്മകൾ തിരികെ വരുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ ഈ ജന്മത്തിലെ ഭാര്യ അല്ലെങ്കിൽ കാമുകി കഴിഞ്ഞ ജന്മത്തിലെ നിങ്ങളുടെ അമ്മയാണെന്ന്. എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മം നിങ്ങളെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഒരാളാണ് ഇപ്രാവശ്യം നിങ്ങളുടെ മകനായി അല്ലെങ്കിൽ മകളായി വന്നിരിക്കുന്നതെന്ന്. പിന്നീടുള്ള ജീവിതം വലിയ ബുദ്ധിമുട്ടുള്ളതായിരിക്കും.
ഒരു പ്രത്യേകതരം പക്വത ഇതിനാവശ്യമാണ്. അല്ലാത്ത പക്ഷം ഇത്തരം ഓർമ്മകൾ തിരികെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. ഓഷോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ഒരിക്കൽ അദ്ദേഹം മധ്യപ്രദേശിലെ ഒരു നാട്ടിലെത്തി. അവിടെ വെച്ച് അദ്ദേഹത്തെ കാണാൻ ഒരു കുടുംബം വന്നു. ആ കുടുംബത്തിൽ 9 വയസ്സ് പ്രായമുള്ളൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അവളുടെ മുൻ ജന്മത്തിലെ ഓർമ്മകളാണ് പറയുന്നത്. അവൾ പറയുന്നത് ജബൽപൂർ എന്ന നാട്ടിലൊരു കുടുംബത്തിലാണ് അവൾ അംഗമായിരുന്നത്. അവിടുത്തെ ഏറ്റവും മൂത്ത കുട്ടിയായിരുന്നു ഇവൾ. ഒരു വിധവയായിരുന്നു. ജബൽപൂർ എന്ന നാട്ടിലാണ് ഓഷോ ഒരിക്കൽ പ്രൊഫസറായി ജോലി ചെയ്തിരുന്നത്. ഇവൾ ഏത് കുടുംബത്തിൻ്റെ അംഗമാണെന്നാണ് അവകാശപ്പെടുന്നത്. ആ കുടുംബത്തിന് സ്വന്തമായി ഒരു വർക്ക്ഷോപ്പും പെട്രോൾ പമ്പും ഉണ്ടായിരുന്നു. ഓഷോയ്ക്ക് ഇവരെ നന്നായി അറിയാമായിരുന്നു. കാരണം സ്ഥിരമായി അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ പെട്രോൾ ഒഴിക്കുന്നതും ടയറിൽ കാറ്റ് നിറയ്ക്കുന്നതും ഒക്കെ ഇവിടുന്നാണ്. അതുകൊണ്ട് അദ്ദേഹം കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഈ പെൺകുട്ടി ഇതുവരെ ജബൽപൂരിൽ പോയിട്ടില്ല, ഈ കുടുംബത്തെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ അവൾക്ക് ആ കുടുംബത്തെക്കുറിച്ച് എല്ലാം അറിയാം. അവരുടെ വീട്, ആ കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം, അവരുടെ ജോലി, എല്ലാം. ഓഷോ പറഞ്ഞു, ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല, പക്ഷെ അവൾ ആ വീട് വർണ്ണിക്കുന്നത് കൃത്യമായിട്ടാണ്. അങ്ങനെ അദ്ദേഹം ആ കുടുംബത്തിൻ്റെ വിവരം അറിയിച്ചു. അവർ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ഒപ്പം ഒരൽപ്പം പേടിയും അവർക്കുണ്ടായിരുന്നു. ജബൽപൂർ എന്ന നാട്ടിൽ നിന്നും ഈ കുട്ടിയുടെ പഴയ കുടുംബാംഗങ്ങൾ വരുന്നു. കുടുംബാംഗങ്ങൾ മാത്രമല്ല, അവരുടെ സുഹൃത്തുക്കൾ, വീട്ടിലെ ജോലിക്കാർ എല്ലാവരും വന്നു. ഏകദേശം 20-25 ആൾക്കാർ ഓഷോയുടെ വീട്ടിലുണ്ട് ഇപ്പോൾ. ഈ 25 പേർ നിൽക്കുന്ന മുറിയിലേക്ക് ഈ പെൺകുട്ടിയെ കൊണ്ടുവന്നു. 9 വയസ്സുള്ള ഈ പെൺകുട്ടി ഓടിച്ചെന്ന് അവരുടെ മുൻ ജന്മത്തിലെ സഹോദരങ്ങളെ ഓരോന്നായി തൊട്ടു. അവരുടെ കൈകൾ പിടിച്ച് ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ ഓർമ്മയില്ലേ? ഞാനല്ലേ നിങ്ങളെ വളർത്തിയത്? എന്നിട്ടിപ്പോൾ ഇവളുടെ കഴിഞ്ഞ ജന്മത്തിലെ കഥകളെല്ലാം പറയാൻ തുടങ്ങി. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കല്യാണം കഴിച്ചൊരു പെൺകുട്ടിയാണ് അവൾ. പക്ഷെ അവളുടെ ഭർത്താവ് മരിച്ചുപോയി. 20 വയസ്സിൽ താഴെയാണ് അവളുടെ പ്രായം. ഇത്ര ചെറിയ പ്രായത്തിൽ വിധവയായിട്ടും അവൾ മറ്റൊരു കല്യാണം കഴിച്ചില്ല. കാരണം അവളുടെ അമ്മയും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചു. അവളുടെ സഹോദരങ്ങൾ അമ്മയില്ലാതെ വളർന്നു കണ്ടപ്പോൾ ഇവൾ അവരുടെ അമ്മയായി. സ്വന്തം ജീവിതം മാറ്റിവെച്ചിട്ടാണ് ഇവരെ ആ കുഞ്ഞുങ്ങളെ നോക്കിയത്. 3 സഹോദരങ്ങളെ വളർത്തിയത് ഇവളാണ്. ഈ കഥകളെല്ലാം ഈ കുട്ടി പറയാൻ തുടങ്ങി. ഓഷോ ഈ സഹോദരങ്ങളെ നോക്കി. ഇവൾ പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. സഹോദരങ്ങളെല്ലാം പറഞ്ഞു ഇവൾ പറയുന്നത് 100% ശരിയാണെന്ന്. ഈ സഹോദരങ്ങൾക്ക് ഒരുപാട് സന്തോഷവും ഒപ്പം സങ്കടവുമായി. ഇവർ ആ പെൺകുട്ടിയുടെ കാല് തൊട്ട് വധിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ പെൺകുട്ടിയെ കൊണ്ടുപോകണമെന്ന്. അത് വലിയ പ്രശ്നമുണ്ടാക്കി. 2 കുടുംബക്കാരും ഈ പെൺകുട്ടിക്ക് അവകാശം പറയാൻ തുടങ്ങി. ഈ പെൺകുട്ടിക്കും അത് വല്ലാത്ത ബുദ്ധിമുട്ടായി. കാരണം ഉള്ളിൽ അവൾക്ക് അവളുടെ പഴയ കുടുംബത്തിലോട്ട് പോകണമെന്നുണ്ടെങ്കിലും മറ്റൊരു വശത്ത് അവളുടെ ഈ ജന്മത്തിലെ അച്ഛനും അമ്മയും അവൾക്ക് പ്രിയപ്പെട്ടതാണ്. കൊച്ചുകുട്ടിയാണ്, അവൾ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നാളെ ഇവൾ വളരുമ്പോൾ, ഇവളൊരു കല്യാണം കൂടി കഴിക്കുമ്പോൾ ഇവൾക്കെല്ലാം കൂടി ചേർത്ത് 3 കുടുംബമാവും. വല്ലാത്ത അവസ്ഥയായിരിക്കും അത്. ഒടുവിൽ ഹിപ്നോട്ടിക് സെഷനിലൂടെയാണ് ഓഷോ ഈ പെൺകുട്ടിയുടെ മുൻജന്മ ഓർമ്മകളുടെ വാതിൽ അടച്ചതത്രേ. അദ്ദേഹം പറയുന്നത് 9 സെഷനുകൾ വേണ്ടി വന്നു എന്നാണ്. 9 സെഷനുകൾ. മുൻജന്മ ഓർമ്മകളുടെ വാതിൽ ഒന്ന് അടയ്ക്കാൻ വേണ്ടി 9 സെഷനുകൾ. ഇത് ദേജാവു അല്ല. ഇവിടെ ക്ലിയറായിട്ട് മുൻജന്മ ഓർമ്മകൾ തിരിച്ചു വന്നിട്ടുണ്ട്. ദേജാവു എന്നത് ഇതിൻ്റെ ചെറിയൊരു ഫോമാണ്, ഇതിൻ്റെ ചെറിയൊരു രൂപമാണ്. ചില ഓർമ്മകൾ എങ്ങനെയൊക്കെയോ തിരിച്ചു വരുന്നു. ഇത് വെറും ഒരു തോന്നലല്ല, ഇതൊരു സ്വപ്നത്തിൽ നിന്നും വരുന്നതല്ല. ഇത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്. പുനർജന്മം എന്നത് സത്യമായ കാര്യമാണെന്ന് ഒരുപാട് പേർ കൺഫേം ചെയ്തിട്ടുണ്ട്. നിർഭാഗ്യവശാൽ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സയൻറ്റിസ്റ്റുമാരുള്ളത് ലോകത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗത്താണ്. അവിടെ പുനർജന്മം എന്ന കോൺസെപ്റ്റ് ഇതുവരെ സ്വീകരിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഭൂരിഭാഗം ആൾക്കാരും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഇതുകൊണ്ട് തന്നെ ശാസ്ത്രജ്ഞന്മാർ ഈ ദിശയിലേക്ക് അധികം ശ്രദ്ധ കൊടുക്കുന്നില്ല. പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ അവരും ഈ ഒരു ഫാക്റ്റിലേക്ക് എത്തും. ഭാരതത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി ആൾക്കാർ പുനർജന്മം ഉണ്ടെന്ന് പറയുന്നു. ഭാരതത്തിൽ ജനിച്ച 3 മതങ്ങളും, ഹിന്ദുയിസം, ബുദ്ധിസം, ജൈനിസം, മറ്റു പല കാര്യങ്ങളിൽ തർക്കിച്ചാലും പുനർജന്മം എന്ന കാര്യത്തിൽ തർക്കിക്കുന്നില്ല. അവർ 3 പേരും ഒന്നിച്ചൊരേ സ്വരത്തിൽ പുനർജന്മം സത്യമാണെന്ന് പറയുന്നു. ഫിസിക്സ് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്.
ഓൺലി ഇറ്റ്സ് ഫോം ക്യാൻ ബി ചേഞ്ച്ഡ് ഫ്രം വൺ ടു അനദർ. എനർജി ഒരിക്കലും സൃഷ്ടിക്കാൻ സാധിക്കില്ല. എനർജി ഒരിക്കലും നശിപ്പിക്കാൻ സാധിക്കില്ല. ആകെ ചെയ്യാൻ സാധിക്കുന്നത് അതിൻ്റെ രൂപം മാറ്റുക എന്നുള്ളതാണ്. എനർജിയുടെ രൂപം ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റാം. സ്പിരിച്വൽ മാസ്റ്റേഴ്സ് പറയുന്നത് നമ്മുടെ കാര്യം ഇതുപോലെയാണെന്നാണ്. മരണം എന്നത് നമ്മുടെ അവസാനമല്ല, മറിച്ച് നമ്മുടെ രൂപം മാറുകയാണ്. ശരിയാണ്, ഇത്രയും നാൾ ഉണ്ടായിരുന്ന രൂപം ഇനി ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ഇല്ലാണ്ടാവുന്നില്ല, നിങ്ങൾ പുതിയൊരു രൂപത്തിലേക്ക് പോകുന്നു. പുനർജന്മം എന്നത് മനസ്സിലാക്കിയാൽ മാത്രമേ ദേജാവു എന്നത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്കറിയാമോ, ഭാരതത്തിൽ ചില സ്പിരിച്വൽ ട്രഡീഷൻസ് എങ്കിലും പറയുന്നത് എല്ലാവരും അവരുടെ മുൻ ജന്മങ്ങൾ ഓർത്തിരിക്കണമെന്നാണ്. അവരുടെ സ്പിരിച്വൽ യാത്രയിൽ മുന്നോട്ട് പോകാൻ മുൻജന്മ ഓർമ്മകൾ തിരികെ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. അതിനവർക്കൊരു കാരണവുമുണ്ട്. മുൻജന്മ ഓർമ്മകൾ തിരികെ വരുമ്പോൾ മാത്രമാണ് ഒരാൾ ഒരു കാര്യം മനസ്സിലാക്കുക. അയാൾ ഇപ്പോൾ ചെയ്യുന്നതെല്ലാം അയാൾ മുൻമുൻ ചെയ്തിട്ടുണ്ടെന്ന്, അയാൾ ഒന്നും പുതുതായി ചെയ്തിട്ടില്ല എന്ന്. ഈ ജന്മവും കഴിഞ്ഞ ജന്മവും അതിന് മുൻപത്തെ ജന്മവും അയാൾ പണത്തിന് പുറകെ ഓടുന്നു, അയാൾ അധികാരത്തിന് പുറകെ ഓടുന്നു, അയാൾ ജനിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, മരിക്കുന്നു. ഇതിനപ്പുറം പുതുതായി ഒന്നും അയാൾ ഈ ജന്മത്തിനും ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. മുൻ ജന്മങ്ങളിൽ ഇതൊക്കെ തന്നെയാണ് ചെയ്തതെങ്കിൽ ഇനി വരുന്ന ജന്മങ്ങളിലും ഇതൊക്കെ തന്നെയായിരിക്കും ചെയ്യുക എന്ന് അയാൾ തിരിച്ചറിയുന്നു. ചിലപ്പോൾ നിങ്ങൾക്കും അറിയാമായിരിക്കും, ഹിന്ദിയിൽ ഈ ലോകത്തിനെ സൻസാർ എന്നാണ് വിളിക്കുന്നത്. മനോഹരമായൊരു വാക്കാണ്. കാരണം സൻസാർ എന്ന വാക്കിന് ഒരർത്ഥം കൂടിയുണ്ട്, ചക്രം. ഒരു ചക്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് കറങ്ങിക്കൊണ്ടേയിരിക്കും, ഒരു അവസാനമില്ലാത്ത കറക്കം. പോയ സ്ഥലത്തൂടെ തന്നെയാണ് അത് പൊയ്ക്കൊണ്ടിരിക്കുക, പുതുതായി ഒന്നും സംഭവിക്കുന്നില്ല. യാന്ത്രികമാണ് അതിൻ്റെ കറക്കം. ബോധമില്ലാത്തൊരു മനുഷ്യൻ്റെ കാര്യം ഇതുപോലെ തന്നെയാണ്. അവരും കറങ്ങിക്കൊണ്ടേയിരിക്കും, ചെയ്തു തന്നെ ചെയ്തുകൊണ്ടേയിരിക്കും. ഏറ്റവും സങ്കടകരമായ കാര്യം ഇതിൻ്റെ ഒരു അവസാനമില്ലെന്നാണ്. ഇതൊരു തുടർന്നു കൊണ്ടേയിരിക്കും. ഇതുകൊണ്ട് തന്നെ ചക്രത്തെ ഉപേക്ഷിക്കുക, സൻസാറിനെ ഉപേക്ഷിക്കുക എന്നും പറയാറുണ്ട്. പക്ഷേ ഇതും ആൾക്കാർ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ആൾക്കാർ ഉടനെ അവരുടെ കയ്യിലുള്ളതിനെല്ലാം ഉപേക്ഷിച്ച് ഹിമാലയത്തിലോ ഗുഹയ്ക്കകത്തോ പോയിരിക്കുന്നു. കുടുംബത്തെ ഉപേക്ഷിച്ചാലും പണത്തെ ഉപേക്ഷിച്ചാലും ജോലി ഉപേക്ഷിച്ചാലും ഹിമാലയത്തിലോ ഗുഹയ്ക്കകത്തോ പോയിരുന്നാലും വലിയ അർത്ഥമില്ല. അത് ശരിയായ രീതിയിലല്ല ചെയ്യുന്നതെങ്കിൽ അതിന് വലിയ അർത്ഥമില്ല. കാരണം എവിടെയൊക്കെ പോകുന്നു എന്ന് പറഞ്ഞാലും എന്തൊക്കെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ നമ്മുടെ മനസ്സുണ്ട്. പണത്തെ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്നും ഉപേക്ഷിച്ചിട്ടുണ്ടാവും, പക്ഷെ നിങ്ങളുടെ മനസ്സിൽ നിന്നും ഉപേക്ഷിച്ചിട്ടുണ്ടാവില്ല. ആഗ്രഹങ്ങളുടെ പുറകെ ഓടുന്നത് നിർത്തിയിട്ടുണ്ടാവും, പക്ഷെ ആഗ്രഹങ്ങൾ മനസ്സിൽ നിന്നും പോയിട്ടുണ്ടാവില്ല. ഇങ്ങനെയുള്ള ഒരാൾ ചക്രത്തെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ശരിയായിരിക്കില്ല. ചക്രത്തെ ഉപേക്ഷിക്കുക എന്ന് പഴയ ആൾക്കാർ പറയുമ്പോൾ അതിനർത്ഥം കുറച്ചും കൂടി ആഴമുള്ളതാണ്. അവർ പറയുന്നത് ബോധമില്ലായ്മയെ ഉപേക്ഷിക്കുമെന്നാണ്. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ പ്രവൃത്തിയും ബോധമില്ലാതെയാണ്. നമ്മളിപ്പോഴും പല കാര്യങ്ങളും ചെയ്യുന്നത് ബോധമില്ലാതെയാണ്. ബോധമില്ലാത്ത ആൾക്കാരാണ് പുനർജനിക്കുക. ദേജാവു എന്നത് വളരെ റിയലായൊരു എക്സ്പീരിയൻസാണ്. അത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ അത് പുനർജന്മം എന്ന വളരെ വലിയ പ്രതിഭാസത്തിൻ്റെ ഒരു കഷ്ണം മാത്രമാണ്.